നമുക്ക് ഞായറാഴ്ചയായിട്ട് മന്തി സെറ്റാക്കിയാലോ? അതിന് വേണ്ടി സാധാരണ ബിരിയാണിക്ക് അരി വെക്കുന്ന പോലെ തന്നെ മസാലകളും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഉണക്ക നാരങ്ങയും ചേർത്തിട്ട് അരി ഒരു പകുതി വേവോളം വേവിച്ചിട്ട് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. പകുതി വേവിച്ചാൽ മതി, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലകൾ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക്, പട്ട, വയനയില, പെരിഞ്ചീരകം, മാഗി ക്യൂബ്. അതിലേക്ക് നമുക്ക് ചിക്കൻ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കുരുമുളക് കുറച്ച് അധികം ഇടുന്നത് നന്നായിരിക്കും. അതിനുശേഷം ചിക്കൻ ഇതുപോലെ ബേസ് പോലെ അടുക്കി വെച്ചതിന് ശേഷം അതിനകത്ത് കുറച്ചധികം തന്നെ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഇങ്ങനെ അടി പിടിച്ച് കരിഞ്ഞു പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും അധികം സൺഫ്ലവർ ഓയിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ നേരത്തെ പകുതി വേവിച്ച് വെച്ചിട്ടിരിക്കുന്ന അതിൻ്റെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്ര നിറച്ച് ചെയ്യേണ്ട, കാരണം പ്രഷർ കുക്കറാണ്, നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ഒരു 1/4 ഭാഗത്തോളം റൈസ് നിറച്ചാൽ മതി. ഞാനിത് പിന്നീട് മാറ്റി അതിന് മുകളിലേക്ക് കുറച്ച് ക്യാരറ്റ്, പച്ചമുളക്, കളറിന് വേണ്ടിയിട്ട് ഒരു പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് അതിന് മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതിനൊരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഇതുപോലൊരു സെറ്റപ്പ് നമുക്ക് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് നമുക്ക് ഇതാണ്ട് ഗ്യാസിൽ ഒരു വിസിൽ വരുന്നിടം വരെ വേവിക്കാം. ഒരൊറ്റ വിസിലടിച്ചാൽ മതി. ചിക്കനും റൈസും എല്ലാം അതിൻ്റെ പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ടൊമാറ്റോ ചട്നി തയ്യാറാക്കാം. അതിനുവേണ്ടി ടൊമാറ്റോ, പച്ചമുളക്, സവാള, വെളുത്തുള്ളി, മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ വിനാഗിരി ഒഴിച്ചിട്ട് ഒന്നടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ ചട്നി റെഡിയാവും. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ മന്തിയും റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് തട്ടിയിട്ട് പീസുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ കിട്ടും. അതിനുശേഷം നമുക്ക് മയണൈസ് തയ്യാറാക്കാം. 2 മുട്ടയുടെ വെള്ള, 1 മുട്ടയുടെ മഞ്ഞ, വെളുത്തുള്ളി, ഉപ്പ് അതൊന്ന് അടിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് കുറേശ്ശെ അടിച്ചെടുത്താൽ ഇതുപോലത്തുള്ള കുറുകിയ ക്രീമി ആയിട്ടുള്ള മയണൈസ് കിട്ടും. അതും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ നമുക്ക് നല്ലപോലെ രുചികരമായിട്ടുള്ള മന്തി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഹോട്ടലിൽ ചേർക്കുന്ന ഫുഡ് കളറുകളോ ഒന്നും തന്നെ ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.